സർക്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് സീരീസ് കണക്ഷനും ഇത് പാരലൽ കണക്ഷനും എങ്ങനെയാണ്? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത് ബൾബിന് പകരം ബൾബ് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സ് വെച്ചു, 2 റെസിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു റെസിസ്റ്ററിന് ശേഷം വേറൊരു റെസിസ്റ്റേഴ്സ്. ഇത് സീരീസ് കണക്ഷനാണ്. നെക്സ്റ്റ് എന്താണ്, നമ്മളൊരു ബ്രാഞ്ച് പോലെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു മുകളിലും താഴെയായിട്ട്. ഇത് പാരലൽ കണക്ഷനാണ്. ഇവിടെ എന്താണ്, ആദ്യം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു, ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്തിട്ട് നെക്സ്റ്റ് റെസിസ്റ്ററിലെത്തി അവിടെ നിന്ന് പാസ് ചെയ്തിട്ട് നെഗറ്റീവ് ടെർമിനലിലേക്ക് വരുന്നു. സോ കറണ്ട് ഇവിടെ എന്താണ്, സെയിം ആണ്. ഈ സർക്യൂട്ടിൽ കറണ്ട് സെയിം ആകുമ്പോൾ വോൾട്ടേജ് അതിന് നേരെ ഓപ്പോസിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. കറണ്ട് സെയിം ആകുമ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഏത്? സീരീസ് കണക്ഷനിൽ. നെക്സ്റ്റ് പാരലൽ കണക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പാരലൽ കണക്ഷൻ എന്താ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഈ ജംഗ്ഷൻ വരെ എത്തി, ഇവിടെ നിന്ന് കറണ്ട് അങ്ങോട്ട് സ്പ്ലിറ്റായി, രണ്ടെണ്ണം I1 ആൻഡ് I2 ആയിട്ട് 2 കറണ്ടായിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ കറണ്ട് അവിടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 2 റെസിസ്റ്ററിലൂടെയും പോകുന്ന കറണ്ട് ഡിഫറെൻ്റ് ആണ്. കറണ്ട് ഡിഫറെൻ്റ് ആകുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറെൻ്റ് ആണ്, സോ വോൾട്ടേജ് സെയിം ആയിരിക്കും. സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്, സോ വോൾട്ടേജ്. നെക്സ്റ്റ് ഒന്നാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലുള്ള ടോട്ടൽ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ ആ റെസിസ്റ്റേഴ്സിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് വാല്യൂവിനെ സം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ റെസിസ്റ്റേഴ്സിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആ സർക്യൂട്ടിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് എ സിംഗിൾ റെസിസ്റ്റൻസ് വാല്യൂ. അതിലുള്ള എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂവിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും. ദാറ്റ് റെപ്രസെൻറ്റ് ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് ഇൻ ദ സർക്യൂട്ട്. ആ സർക്യൂട്ടിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ റെസിസ്റ്റൻസ് വാല്യൂ. അതിനെയാണ് നമ്മൾ ആ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പഠിച്ച സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊരു ബോക്സിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവും. ആദ്യം നമ്മളതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്, റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് വൺ ആഫ്റ്റർ അനദർ, ഒന്നിനു ശേഷം വേറൊന്ന് എന്ന രീതിയിലായിരിക്കും. ഇതിലെ റെസിസ്റ്റേഴ്സ് നേരെ നേരെയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നിന് പിന്നാലെ ഒന്ന് എന്ന് പറയുന്നത് പോലെയാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ റെസിസ്റ്റേഴ്സ് ഒരു ബ്രിഡ്ജ് പോലെ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ പോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് പാരലലിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതാണ് സീരീസിൽ എന്തായിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും. കാരണം ഇതിൽ കൂടെ വരുന്ന കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് ഈ റെസിസ്റ്റർ പാസ് ചെയ്യുന്നതും സെയിം കറണ്ടാണ്. അപ്പോൾ കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ എക്രോസ് ആയിട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുക. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ 2 റെസിസ്റ്ററിലും ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സർക്യൂട്ടിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V = ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ R1 ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് R2 ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പക്ഷെ നമ്മൾ പാരലലിൽ നോക്കുമ്പോൾ, പാരലലിൽ നമ്മൾ പറഞ്ഞു പാരലലിൽ കറണ്ട് സെയിം അല്ല. കറണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് കറണ്ട് സ്പ്ലിറ്റപ്പ് ആവുന്നുണ്ട്. 2 I1 ആൻഡ് I2 ആയിട്ട് കറണ്ട് സ്പ്ലിറ്റപ്പ് ആവുന്നുണ്ട്. കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടലുള്ള കറണ്ട്, സർക്യൂട്ടിലുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് I = I1 + I2 ആയിരിക്കും. ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ നമുക്ക് നോക്കാനില്ല, ബിക്കോസ് അത് അവിടെ സെയിം ആയിരിക്കും. ആയിട്ടുള്ളതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു എന്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, ഒരു സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ ഒരു വാല്യൂ, അതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അത് സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 + R2 ആയിരിക്കും. ബട്ട് പാരലലിൽ നോക്കുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ R = R2 ഡിവൈഡഡ് ബൈ R1 + R2. സീരീസിൽ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഈ സർക്യൂട്ടിൽ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അതിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ സം ചെയ്താൽ മതി. ബട്ട് പാരലലിൽ വരുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് 1/R = 1/R1 + 1/R2. അതിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, സാധാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ R1 R2 ഡിവൈഡ് ബൈ R1 + R2 എന്ന് വരും. ഈ സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്
റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ടോ അതിനനുസരിച്ച് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ബട്ട് ഇൻ പാരലൽ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക, ബട്ട് പാരലലിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. പോയിൻ്റാണ്. ഇപ്പോൾ ഈ സീരീസിലെ ഇതിപ്പോൾ 2 റെസിസ്റ്റേഴ്സ് അല്ല, നമുക്ക് സീരീസിൽ ധാരാളം റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യാം. R1 R2 R3 അങ്ങനെ ധാരാളം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഈ റെസിസ്റ്റേഴ്സിനൊക്കെ ഒരു സെയിം വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എല്ലാ റെസിസ്റ്റൻസിനും ഒരു സെയിം ആയിട്ടുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഇൻറ്റു നമ്പർ ഓഫ് റെസിസ്റ്റൻസ്, ആ ഒരു റെസിസ്റ്ററിന് ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റു അതിൽ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ അതായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് പാരലലിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ റെസിസ്റ്റേഴ്സിനും സെയിം വാല്യൂ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സീരീസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിയേണ്ട ഒരു കാര്യമാണ് ഓൾ റെസിസ്റ്റേഴ്സ് ആർ കൺട്രോൾഡ് ബൈ എ സ്വിച്ച്. ഓക്കെ, ഇതിലെ എല്ലാ റെസിസ്റ്റൻസും ഒരു സ്വിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു റെസിസ്റ്റൻസ് വർക്ക് ആയില്ലെങ്കിൽ പോലും വേറെ ഏതും വർക്ക് ആവില്ല, അവിടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ബട്ട് പാരലൽ കണക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വർക്ക് ആയില്ലെങ്കിൽ പോലും വേറെ റെസിസ്റ്റൻസിന് അതിൻ്റെ വർക്കിങ്ങിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും. ബിക്കോസ് ഇവിടെ ബ്രാഞ്ചിങ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സീരീസ് അല്ല. വിചാരിക്കുന്നു സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഫിഗർ മനസ്സിലാക്കി വെക്കുക. സീരീസിലെ കറണ്ട് സെയിം ആയിരിക്കും, സോ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ കറണ്ട് ഡിഫറെൻ്റ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇത് സം ഓഫ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് R is equal to R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കും. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സം ആയതുകൊണ്ട് കൂടും, ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിവിഷൻ ആയതുകൊണ്ട് മൈനസ് ആവും. ഇവിടെ എല്ലാ റെസിസ്റ്റൻസും നമുക്ക് ഒരു സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും. എല്ലാ റെസിസ്റ്റൻസും ഒരു സിംഗിൾ സ്വിച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇവിടെ ഓരോ റെസിസ്റ്റൻസിനും ഡിഫറെൻറ്റ് സ്വിച്ച് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒന്ന് ഡാമേജ് ആയപ്പോഴും വേറൊന്നിനെ അത് എഫക്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ കണക്ഷൻസ് ആയിരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുക.